സീറ്റ് ബെൽറ്റ് ഇട്ടോ നോക്കി. സീറ്റ് ബെൽറ്റ് ഉണ്ടോ എന്ന് ഉറപ്പിക്കണം. ഇവിടെ ഒരു ഹുക്കുണ്ട്. ഹുക്കിനകത്ത് പ്രസ് ചെയ്താണ് ഉറപ്പ് വരുത്തുക. ഹാൻഡ് ബ്രേക്ക് താത്തു വെക്കുക. ഇനി ആ സൈഡ് മിറർ ഇല്ല, ഇതാ ഈ മിററിൽ നമുക്ക് കാണാവുന്ന പോലെ ആണെന്ന് നോക്കി. കാണാവുന്ന പോലെ തന്നെയല്ല. ഈ സൈഡ് മിററിലേക്ക് നോക്കി. ബാക്കിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാമെന്ന് നോക്കി. ഇല്ല. അപ്പൊ അത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോഴോ ഇപ്പൊ കാണാം. ഓക്കെ, അപ്പൊ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോളാം. അതിനുശേഷം നമ്മള് സ്റ്റാർട്ട് ചെയ്തോണ്ടോ അല്ലെ? ഇനിയിപ്പോ സ്റ്റാർട്ട് ചെയ്തോണ്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാണ്. 1, 2, 3, 4. അപ്പൊ 4 ഗിയർ ഉണ്ട്. പിന്നെ ഒരു ഗിയർ ഉണ്ടല്ലോ, 5 ഗിയർ ഫോർവേഡ് ആണ്. റിവേഴ്സ് പുറകോട്ട് പോകുന്ന ഗിയർ. അപ്പൊ ഏറ്റവും പവറുള്ള ഗിയറിൽ വേണം നമുക്ക് പോവാൻ. അതിന് അപ്പൊ ക്ലച്ച് നല്ലപോലെ ചവിട്ടി താത്തിട്ട് ഈ ഗിയർ ഷിഫ്റ്റ് ചെയ്യുക ഇങ്ങോട്ട് ഇടത്തോട്ട് നീക്കി. അപ്പൊ ഫസ്റ്റ് ഇട്ടൊന്ന് ഉറപ്പിച്ചല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഗ്ലാസ് വഴി നോക്കിയാൽ വണ്ടി എല്ലാം വരുന്നുണ്ടോ? വണ്ടി വരുന്നുണ്ട്. വണ്ടി വരുന്നുണ്ടെങ്കിൽ ആ വണ്ടി പോകുന്നതിന് വരെ ക്ഷമയോടെ കാത്തിരിക്കുക. പിന്നെ ഈ അറ്റത്തെ സാധനമാണ് ഇൻഡിക്കേറ്റർ. അത് താട്ടിട്ട് വെച്ചേരാ. ആവട്ടെ. അപ്പൊ അവിടെ ഒരു ഇതല്ലേ, ഇവിടെ ഒരു കിട്ടുന്നുള്ളതിന്റെ ഒരു സിഗ്നലാണ് ആ ഗ്രീൻ കളറ്. അപ്പൊ ഇനി ക്ലച്ച് എടുക്കുന്നതിനാണ് ആണ് ശ്രദ്ധിക്കേണ്ടത്. വേഗം എടുത്തു കഴിഞ്ഞാൽ എഞ്ചിൻ നിന്ന് പോകും. അപ്പൊ എഞ്ചിൻ നിൽക്കാതിരിക്കാൻ വേണ്ടി ഒരു ബ്ലേഡ് കനം വീതം മെല്ലെ റിലീസ് ചെയ്യുമ്പോഴത്തേന് മുന്നോട്ടൊരു പ്രഷർ വരും. മുന്നോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അന്നേരത്തിന് നമ്മുടെ കാലില്ല, ഈ ഇടത്തെ കാല് അനക്കാതെ പിടിക്കണം. ഇപ്പൊ നിലവിൽ ആക്സിലേറ്റർ കൊടുക്കണ്ട. ക്ലച്ച് ലേശം ഒന്ന് അയച്ചു നോക്കി. വണ്ടി മൂവ് ചെയ്യാനായിട്ട് തുടങ്ങിയാണ്. വണ്ടി ഒന്നുകൂടെ നോക്കിയാല് ഇല്ല. എന്നാ പിന്നെ അത് പോട്ടെ. ഇനി പോവാം. അയച്ചു. സാരൂടെ അയച്ചു. സാരൂടെ അയച്ചു. താത്ത് ക്ലച്ച് താത്ത്. ഒത്തിരി പെട്ടെന്ന് റിലീസ് ചെയ്യല്ലേ, പെട്ടെന്ന് നിന്ന് പോകല്ലേ. നമുക്ക് ഇന്ന് ഒന്നുകൂടെ എടുക്കുന്ന രീതി പറഞ്ഞുതരാം. ഇൻഡിക്കേഷൻ മേലോട്ട് പൊക്കിക്ക്. എന്നിട്ട് ചേർത്ത് തന്നെ ക്ലച്ച് മുഴുവൻ ചവിട്ടാം. ക്ലച്ച് മുഴുവൻ ചവിട്ടാം. ഇനി ബ്രേക്കോടെ ചവിട്ടാം. എഞ്ചിൻ നിന്നോ? ഇല്ലല്ലോ. എഞ്ചിൻ നിൽക്കാതിരിക്കാണ്ട് നിന്നില്ല. അതിന്റെ കാരണം എന്താ ചോദിച്ചാല് ക്ലച്ച് ആദ്യമേ നമ്മൾ കഴിച്ച ചവിട്ടി. അപ്പം ഒന്നുകൂടെ നമുക്ക് ഫസ്റ്റ് ഇട്ട് എടുക്കാം. ഫസ്റ്റ് ആണെന്ന് ഉറപ്പിച്ച് ഗിയർ നോക്കി ന്യൂട്രാക്കിട്ടില്ല. നല്ല ചേർത്തില്ല. ഫസ്റ്റ് ഇടാം. ഈ ഫ്രണ്ടിൽ ആളുകളൊക്കെ ഉണ്ട്. ഞാൻ കൊച്ചു പിള്ളേരൊക്കെ അല്ലേ, അവർ നീക്കട്ടല്ലേ. ഇനി മെല്ലെ ഒരു ബ്ലേഡ് ഞാനും അയച്ചു. എഞ്ചിൻ നിൽക്കല്ലേ, കാരണം പെട്ടെന്ന് എടുക്കുമ്പോഴാണ് എഞ്ചിൻ നിന്ന് ഒരു പ്രഷർ മുന്നോട്ട് വന്നാൽ വളരെ അനക്കാതെ പിടിക്കുന്നുണ്ട് ഈ ഇടത്തെ കാലം. പൊക്കിക്കോട്ട് പോവല്ലേ കേട്ടോ. അച്ചർ താത്തുപിടി. അപ്പൊ എഞ്ചിൻ നിന്നില്ലല്ലോ. അപ്പൊ ഏകദേശം ഒരു 2 മീറ്ററോളം ഉരുണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലച്ചെന്ന് കാലെടുക്കാം. ആക്സിലേറ്റർ കൊടുത്ത് പിടിക്ക്. ഒന്ന് നീങ്ങട്ടെ. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ അടുത്തത് നമ്മൾ എന്റെ ഫസ്റ്റ് 20 കിലോമീറ്റർ സ്പീഡ് കേട്ടോ. ഈ സൂചി ചുമല സൂചി കണ്ട 20 കിലോമീറ്ററിലോട്ട് വരുമ്പോഴാണ് നമ്മള് ആക്സിലേറ്ററിൽ നിന്ന് എടുത്തിട്ട് ക്ലച്ച് ചവിട്ടി സെക്കൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. വേഗം ചെയ്യണേ. വേഗം ചെയ്തേ. പെട്ടെന്ന് ഇനി ക്ലച്ചിന് കാർഡ് പോട്ടെ. ക്ലച്ച് ചവിട്ടി പിടിച്ചിരിക്കണോ? ആക്സിലേറ്റർ കൂടെ ക്ലച്ചൊന്നുകൂടെ ചവിട്ടിക്ക്. ആ ഷിഫ്റ്റ് ചെയ്തത് ശരിയായത്. അതിന് രണ്ടാമത്തെ നമ്പറിലേക്ക് വീണില്ല. അതാ സെക്കൻഡ്. ഇനിയിപ്പോ ഫസ്റ്റിലേ പോകാൻ പറ്റുള്ളൂ. ഫസ്റ്റില് നിന്നുപോയി. ഇനി ക്ലച്ച് ചവിട്ടി പിടിക്കാം. സ്റ്റാർട്ട് ചെയ്ത് നിന്ന് പോകേണ്ട കാരണം അറിയാവോ? ക്ലച്ചിന്ന് വേഗം കാലെടുത്തത് മാത്രമല്ല സെക്കൻഡ് ഗിയർ ഇടാനായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. പറയുമ്പോ ന്യൂട്രൽ വരെ വന്നുള്ളായിരുന്നു. സെക്കൻഡ് ഗിയറിലേക്ക് കയറി വീഴണം. അതൊരു വെട്ടാണ്. ഈ അറ്റത്തോട് ചേർത്ത് പുറകിലേക്ക് തള്ളിയിടണം. വീഴുമ്പോ നമുക്കറിയാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഇട്ട് മൂവ് ചെയ്തേ. ഒന്നുകൂടെ ഫസ്റ്റ് ഇട തെറ്റിക്കട്ടോ. സാരമില്ല, പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. അന്ന് ക്ലച്ച് പയ്യെ അയച്ച് ഇപ്പൊ നമ്മളെടുത്തില്ലേ അതുപോലെ തന്നെ സൈഡായിക്കേ. സക്കര അനക്കാതെ പിടിക്കും. സക്കരയിലോട് ആക്സിലേറ്റർ കൊടുത്തേ.
അങ്ങനോട് പേടിക്കാതെ ധൈര്യമായിട്ട് ഇരിക്കുക. ഇത് 20 കിലോമീറ്റർ സ്പീഡ് ആക്കിക്കേ. ക്ലച്ചിന്റെ കാല് മൊത്തം എടുക്കേ. ചവിട്ടി കഴിഞ്ഞാൽ നീങ്ങത്തില്ല വണ്ടി. ഇനി പിന്നെ സെക്കൻഡ് ഇടാനുള്ള സമയമായി. 20 കിലോമീറ്റർ സ്പീഡുണ്ട്. അപ്പൊ ക്ലച്ച് നല്ലപോലെ ചവിട്ടെ. അല്ലെങ്കിൽ ചേർത്ത് ഇപ്പൊ വീടും. ഇനി ക്ലച്ചിന് കാടുന്നത് ഇങ്ങനെയാണ് ഗിയർ സെക്കൻഡ് ഇടുന്നത്. ഇനി നമ്മൾ അടുത്ത ഗിയറിലേക്ക് കിടക്കണം. ഇച്ചിരി സൈഡ് ചേർന്ന് പോണേ. ഇങ്ങനെ നമ്മള് പരിചയക്കുറവല്ലേ, അത് കാരണം നമുക്ക് സൈഡ് പിടിച്ച് തന്നെ പോകുന്നതാണ് നല്ലത്. ഇപ്പൊ ഏതാണ്ട് കിലോമീറ്റർ സ്പീഡ് 30 കിലോമീറ്റർ സ്പീഡ് ആകുമ്പോഴാണ് നമ്മൾ ഇതങ്ങ് ഓഫ് ചെയ്തത്. ഇൻഡിക്കേഷൻ കിടക്കുക. 30 കിലോമീറ്റർ സ്പീഡ് ആകുമ്പോഴത്തേനും നമുക്ക് തേർഡ് ഗിയർ ഇടാം. വെച്ച് താമസിപ്പിക്കല്ലേ, വേഗം തന്നെ ഇടണം. കാരണം ഇതൊരു ഏണി പാമ്പും കളിയാണ്. പെട്ടെന്ന് പിന്നെ സമയത്തിന് ഇട്ടില്ലെങ്കിൽ നമ്മള് പിന്നെ സെക്കൻഡിൽ തന്നെ ഇടേണ്ടി വരും, അല്ലെങ്കിൽ ഫസ്റ്റേ പോകേണ്ടി വരും. അതുകൊണ്ട് ആ സമയത്തിന് തന്നെ ഗിയർ ഇട്ടണം. ഇപ്പൊ സ്പീഡ് ഉണ്ടല്ലോ, 30 കിലോമീറ്റർ സ്പീഡായി. പെട്ടെന്ന് തന്നെ ആക്സിഡന്റിന് കാലെടുത്തിട്ട് കളിച്ച് ഓട്ടിക്കേ, തേടിട്ടേ അങ്ങനെ ഒന്ന് സഹായിക്കാം. അത്രേ ഉള്ളൂ. നീ ക്ലച്ചിന് വേഗം കാലുടെ ആക്സിഡന്റ് നല്ലത് കൊടുക്കുക, നല്ലല്ലോ ചോട്ടി പോകുന്നുണ്ട്. കുഴപ്പമില്ല, അങ്ങനെ ഇങ്ങോട്ട് പോട്ടെ. ബാക്കിൽ നിന്ന് വാഹനമെല്ലാം വരുന്നതാണ് ശ്രദ്ധിച്ചു. ഇല്ല ഇല്ല സ്പീഡ് അത് കൂടല്ലേ. കാരണം നമ്മള് പ്രാക്ടീസ് കുറവുള്ള ആളായോണ്ടേ ഒരുപാട് സ്പീഡിൽ പോയിട്ട് കാര്യമില്ല. അത് നല്ല ബാലൻസ് ഒക്കെ ആയി ഒരു 5000 കിലോമീറ്റർ ഒക്കെ ഓടിക്കണം. പിന്നെ നമുക്ക് സ്പീഡ് വേറെ കുറച്ച് കൂടുതലെടുക്കും. അതുവരെയും പയ്യെ നമുക്ക് നിയന്ത്രിക്കാവുന്ന സ്പീഡിൽ പോവുക. നല്ലപോലെ കാലം കൊടുത്തേ, ആക്സിലേറ്റർ ഫുള്ള് കൊടുക്കുക. സ്പീഡ് ഇച്ചിരി കൂടുതലാന്ന് തോന്നുന്നു അല്ലേ? 40 മേലോട്ട് പോകണ്ടേ. അപ്പൊ നമുക്ക് സ്റ്റിയറിംഗ് വലിയ കുഴപ്പമില്ല, ശരി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നിർത്തിയൊന്ന് കാണിക്കാവോ? ഇൻഡിക്കേഷൻ ഇട്ടിട്ട് മേലോട്ട് ഇൻഡിക്കേഷൻ ഇടത്തോട്ട്, എന്നിട്ട് ആക്സിലേറ്ററിന് കാലടെ ബ്രേക്ക് കാല് വെച്ച് നിങ്ങൾക്ക് നല്ലപോലെ ചവിട്ടിയിട്ട് ബ്രേക്ക് ആവട്ടെ. പാർക്കിംഗ് കറക്റ്റ് എന്താ നേരെയാണ്. ക്ലച്ച് നല്ലപോലെ ചവിട്ടി പിടി. ന്യൂട്രൽ പൊസിഷനാണ്.